ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേഷ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ 58-ാം ദിവസത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാം. ഇന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം, സ്കിപ്പ് ചെയ്ത് കാണണേ. ഡാൻസ് കളിക്കാൻ മടിച്ചെന്ന് സായി വരെ ഡാൻസ് കളിച്ചു തുടങ്ങി സുഹൃത്തുക്കളെ. ഉദിച്ച ചന്ദ്രൻ്റെ സ്വന്തമായ പാട്ടാണ് കേട്ടോ. സായി നല്ല പഞ്ചാബി സ്റ്റെപ്പൊക്കെ ഇട്ടിരിക്കുന്നു. സിജോ കളിച്ചു തുടങ്ങിയിട്ടില്ല, ഇനി അങ്ങോട്ട് പോകുന്ന ദിവസം കളിച്ചു തുടങ്ങുമായിരിക്കും. രാവിലെ തന്നെ അതാ നമ്മുടെ ലിവിംഗ് റൂമിനകത്ത് ടാസ്ക് ലെറ്റർ വായിക്കാണ് ശ്രീരേഖ. വേറെ ഒന്നുമില്ല, അതിഥികൾ ഏത് നിമിഷവും ഇവിടെ എത്താം. പല സ്ഥലത്ത് നിന്നും പല സ്വഭാവത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ എത്തുന്നത്. അവർ തരുന്ന പോയിൻ്റ് അടിസ്ഥാനത്തിലാണ് പവർ റൂമുമായിട്ട് മത്സരിക്കേണ്ടത്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് വരുന്ന കാര്യം. അതായത് നമ്മുടെ പവർ റൂം പുതുതായിട്ട് ഹോട്ടൽ തുടങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് ആദ്യത്തെ ഗസ്റ്റ് വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷനും അതിൽ എന്തൊക്കെയാണ് നിർദ്ദേശങ്ങളാണ് ശ്രീരേഖ പറയുന്നത്. അതായത് ക്യാപ്റ്റനാണ് HR ആയിട്ട് മാറേണ്ടത്. അതിഥികൾക്ക് വന്നിട്ട് അവർ കോയിൻ കൊടുക്കും വരുന്ന ഗസ്റ്റ്. അപ്പോൾ ആ ഏറ്റവും കൂടുതൽ കോയിൻ ആർക്കാണ് കിട്ടുന്നത് അവർ ഒന്നാമത് എത്തുകയും അങ്ങനെ 2 ദിവസം ടാസ്ക് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത് ഏറ്റവും കൂടുതൽ പോയിൻ്റുള്ള ആളാണ് പവർ റൂമായിട്ട് മത്സരിക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം അവരുടെ വേഷങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ അഭിഷേക് ശ്രീകുമാർ വന്നിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കാണിച്ചപ്പോൾ നമ്മുടെ സായി പറഞ്ഞു, ഞാൻ ടോക്സിക് അല്ല, ഞാൻ കണ്ണാപ്പിയാണ് എന്ന രീതിയിൽ കേട്ടോ. അപ്പോഴത്തേക്ക് ഋഷിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് അവർ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബിഗ് ബോസ് ഹോട്ടലിൽ ഏത് നിമിഷവും അതിഥികൾ എത്താമെന്ന് പറഞ്ഞിട്ട് അംഗങ്ങൾ ഇങ്ങനെ കാറിൻ്റെ ഹോണടി കേൾക്കാൻ വേണ്ടി ഇങ്ങനെ മുഴങ്ങി കേൾക്കും കാറിൻ്റെ ഹോണടി. അപ്പോൾ അത് കേൾക്കാനായിട്ട് ഇങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാ പുറത്തേക്ക് കാറിൻ്റെ ഹോണടി കേട്ട് പുറത്ത് വന്നു. അങ്ങനെ ഇതാ വരികയാണ്, വേറെ ആരുമല്ല, ആരാണ്? സാബുമോൻ. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ലൈവ് അപ്ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ കാണുക, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞിരിക്കാൻ കേട്ടോ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇതിൽ പറയുന്നില്ല. എന്തായാലും സാബുവിൻ്റെ എല്ലാവരും സ്വാഗതം ചെയ്ത് അകത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. നോറയുമായിട്ടൊക്കെ സംസാരിക്കുന്നു. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തായാലും സാബു വന്ന സമയത്ത് ഇവിടെ ഒരു ഓളം ഒന്നുമില്ല. അപ്പോൾ സാബു വിചാരിച്ച് ഇങ്ങനെ പോയാൽ പറ്റില്ല, ബിഗ് ബോസുമായിട്ട് ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഒരു പ്രാങ്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നിട്ട് സിഗരറ്റ് വേണമെന്ന് ജിൻഡോട് ആവശ്യപ്പെടുന്നു. നീ ക്യാമറ നോക്കി പറയുക, ഇങ്ങനെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുവാണെങ്കിൽ ക്യാമറ തരത്തില്ല, സിഗരറ്റ് തരത്തില്ല, ഇങ്ങനെ തല ഇങ്ങോട്ടും മുമ്പും പിമ്പിലിട്ട് ആക്കുവാണെങ്കിൽ തരുമെന്ന രീതിയിൽ, സിഗരറ്റ് തരുമെന്ന രീതിയിൽ പറയുന്നുണ്ട്. പാവം കേട്ടോ, ജിൻ്റപ്പൻ പോയി ക്യാമറ നോക്കി ചോദിക്കുന്നുണ്ട് സിഗരറ്റ്. പക്ഷേ എന്താ കിട്ടില്ല എന്ന് ഉറപ്പായി കേട്ടോ. അപ്പോൾ ജിൻ്റപ്പൻ പറഞ്ഞു, കുഴപ്പമില്ല, എൻ്റെ സിഗരറ്റ് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് തരാമെന്ന് പറഞ്ഞു. ആ ഒരു പെരുമാറ്റമൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ നമ്മൾ ജിൻഡോയ്ക്ക് സാബുദ രണ്ടാമത് കോയിൻ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ടണൽ ടീമിനാണ് കോയിൻ കൊടുത്തിരിക്കുന്നത്. രണ്ടാമതാണ് നമ്മുടെ ജിൻഡപ്പന് കോയിൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അൻസിബൻ പറയുമ്പോൾ സാധാരണ ഇങ്ങനെയല്ല കേട്ടോ, ഭയങ്കര വിനയം കാണിക്കുന്ന ഷോപ്പിംഗ് ആണെന്ന രീതിയിൽ. അപ്പോൾ സാബു പറഞ്ഞു, ആഹാ, നിങ്ങളുടെ സ്വന്തം സ്റ്റാഫിന് വിശ്വാസമല്ലേ, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഹോട്ടലിൽ തീകിടരുത് എന്ന രീതിയിൽ സംസാരിക്കുന്നു. അതിനുശേഷം സാബു എന്തെന്നറിയാമോ, പ്രാങ്ക് കൊടുക്കുകയാണ്. വേറെ ഒന്നുമില്ല, നോറയെ പ്രൊവോക്ക് ചെയ്യുക. ഇതാണ് അവരുടെ ഒരു പ്രാങ്ക് എന്ന് പറയുന്നത്. സാബു പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ എന്തെങ്കിലും നോറ എടുത്ത് പറയും, നിങ്ങളുടെ പെരുമാറ്റം ശരിയല്ലെന്നോ HR പെരുമാറ്റം ശരിയല്ലെന്നോ. അപ്പോൾ നോറ വന്ന് ചോദിക്കും, നിങ്ങളങ്ങ് പറഞ്ഞ് തലങ്ങും വിലങ്ങും പ്രൊവോക്ക് ചെയ്യണമെന്ന് കേട്ടോ. അങ്ങനെ എന്താ പറയുമോ, നമ്മുടെ നോറയെ വഴക്ക് പറഞ്ഞില്ല, പ്രൊവോക്ക് ചെയ്യാൻ തുടങ്ങിയത് അവസാനം ഋഷിയിലേക്ക് എത്തി. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന രീതിയിൽ കേട്ടോ. അങ്ങനെ ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ടായിരുന്നു പുറത്ത് വന്നിട്ട്, നിങ്ങൾ ഗസ്റ്റിൻ്റെ മുമ്പിൽ ഇങ്ങനെ പെരുമാറാൻ പാടില്ല, നിങ്ങൾ എന്തിനാ ഗസ്റ്റിന് ഡിസ്റ്റർബ് ചെയ്യുന്നത്, എപ്പോഴും എന്തിനാ ഡാൻസ് കളിക്കുന്ന, ടിപ്പ് ചോദിക്കുന്നതൊക്കെ രീതിയിൽ ഗംഭീര വഴക്ക്, മുട്ടൻ വഴക്ക്. അപ്പോൾ സാബു ഒന്നും അറിയത്തോളം ജാസ്മിനോടൊന്ന് ചോദിക്കുന്നു, അല്ല ഇവിടെ എന്താണ് പ്രശ്നം, ആരോടാണ് പിണങ്ങുന്ന രീതിയിൽ. അപ്പോൾ പറഞ്ഞ് പവർ റൂമുകാരോട് ടണൽ ഗ്രൂപ്പ്, അതായത് ഈ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന അവർ പിണങ്ങുന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്സര എന്ന് പറയുമ്പോൾ ഋഷിയോട് പറഞ്ഞ് നിനക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ റസ്മിൻ വന്ന് സാബിനോട് ചോദിക്കുന്നത്, എന്താണ് ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത്. അല്ല, അതിങ്ങനെ HR-ന് അവർ ഒന്നും വാല്യൂ കൊടുക്കുന്നില്ല, മറ്റുള്ള ടീമുകാരെന്ന രീതിയിൽ സംസാരിച്ചതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല രീതിയിലൊക്കെ സാബു ഉൾട്ടായിരിക്കുന്നുണ്ട്. ഈ സമയത്തേക്ക് ചേട്ടാ ഞങ്ങളൊരു പാട്ട് പാടട്ടെ എന്ന രീതിയിൽ പടകാളി ചണ്ടിച്ചണ്ടി ആ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നന്ദനാണ്, എൻ്റെ പൊന്നോ, നോറ എടുത്തിട്ട് അലക്കലായിരുന്നു. അവൾ കോഴിക്കോട് ഊട്ടിയാലും മതി, നന്ദന എടുക്കണം, ഞാനിവിടെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കുന്ന രീതിയിൽ. അവസാനം സാബുവിന് അയ്യോ മതിയെ ചെവി കേട്ട് വയ്യ എന്ന രീതിയിൽ സാബു ബിഗ് ബോസിൻ്റെ അടുത്തൊക്കെ തംസപ്പ് കൊടുത്ത്, ഓക്കെ മതി, ഇവിടെ നിന്നൊരു ഓളം വന്നു എന്ന രീതിയിൽ പുറത്ത് വന്ന് ഇത് പ്രാങ്കാണെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ജാസ്മിൻ നന്ദിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ ആ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന രീതിയിൽ. പക്ഷേ പ്രാങ്കായി അറിഞ്ഞിട്ടും ഋഷിക്ക് അങ്ങോട്ടും കലിപ്പ് തീരില്ലല്ലോ ദൈവം എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ജഗട വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജിൻഡോ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്, അപ്സരയായിട്ടാണ്, നീ എൻ്റെ പ്രൊഫഷനെ തൊട്ട് കളിച്ചോടി, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്നോ, പ്രാങ്കെന്ന് പറഞ്ഞിട്ട് പോ എല്ലാവരും എൻ്റെ മുമ്പ് പോകുന്ന രീതിയിൽ ഋഷി വയലൻ്റ് ആവുന്നു കേട്ടോ. എന്തായാലും ഋഷി അത് ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്തു. അതിനുശേഷം ലിവിംഗ് റൂമിൽ ഇരിക്കുന്നുണ്ട്. സാബുവിനോട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, കോയിൻ എത്രയാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ഇനി കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇപ്പം കൊടുക്കാമെന്ന് പറയുന്നു. ബാക്കി ഇരുന്ന കോയിനും കൂടിയിട്ട് ഓരോ ടീമിനും കൊടുക്കുന്നു.
നമ്മുടെ ടണൽ ടീമിനായാലും നെസ്റ്റിനായാലും ഡെന്നിനായാലും കൊടുക്കുന്നു കേട്ടോ. അതായത് സ്പാ ചെയ്യുന്നവരുണ്ടല്ലോ, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നവരുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹോട്ടൽ ഹൗസ് കീപ്പിംഗ് ചെയ്യുന്നവർ, പിന്നെ നമ്മൾ ഫുഡ് പാകം ചെയ്തു, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു അപ്രീസിയേഷൻ ഡെൻ ടീമിന് കൊടുക്കുന്നുണ്ട്. അവർക്ക് തന്നെ പോയിന്റ് കൂടുതൽ കിട്ടിയിരിക്കുന്നുണ്ട്. ഈ സമയം ഉണ്ടല്ലോ ശ്രീരേഖ മെയിൽ ക്യാരക്ടറാണ് കേട്ടോ ചെയ്യുന്നത് സെക്യൂരിറ്റി ആയിട്ട്. സാർ ഞാൻ പെണ്ണിൻ്റെ സൗണ്ടിൽ പാട്ട് പാടും. ഏത് പാട്ടാണ്? മാർഗഴി തിങ്കളല്ലവാ മതി കൊഞ്ചും നാളെല്ലവാ, ആ പാട്ട് പാടിതാ പോയിന്റ് വാങ്ങിയിരിക്കാൻ കേട്ടോ. അങ്ങനെ ഫസ്റ്റ് പോയിന്റ്, അതായത് 110 പോയിന്റ് നേടി 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന ഡെൻ ടീമാണ്. ബാക്കി ടണലിനും നെസ്റ്റിനൊക്കെ 100 പോയിന്റ് വീതമാണ് കേട്ടോ. അപ്പോൾ ഓരോ പോയിന്റാണ്. അപ്പോൾ നാളെയും മറ്റന്നാളും ടാസ്കിന് ശേഷം ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങുന്നവരായിരിക്കും പവർ ടീമായിട്ട് മത്സരിക്കേണ്ടത്. അതിനുശേഷം എന്താ കാണിക്കുന്നത്, ഋഷി അമ്മയുടെ ഫോട്ടോ നോക്കി, അമ്മ നിങ്ങളവിടെ സമാധാനത്തിൽ ഇരിക്കുന്നുണ്ടോ, എനിക്കിവിടെ ഒരു സമാധാനമല്ല എന്ന രീതിയിൽ ഋഷി സംസാരിക്കുന്നു. അതുപോലെ തന്നെ ജാസ്മിനും സംസാരിക്കുന്നുണ്ട്. ഡ്യൂട്ടി ടൈമിലാണ് ഇത്. നോറ വന്നിട്ട് റസ്മിനോട് പറയുന്നു, എന്താണ് ഡ്യൂട്ടി ചെയ്യുന്നത്, അവിടെ സിജോ ചേട്ടൻ ഒറ്റയ്ക്കിരുന്ന് കിച്ചൺ ജോലി ചെയ്യുന്നു, കിച്ചൺ ഡ്യൂട്ടി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ റസ്മിനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സംസാരിക്കുക, ഡ്യൂട്ടി ടൈം കഴിഞ്ഞതിന് ശേഷം നീ നിൻ്റെ ഫ്രണ്ടല്ല, നീ സംസാരിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട്. അതിനുശേഷം അപ്പം തന്നെ ജാസ്മിൻ ബോഡി എന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് റസ്മിൻ ചിരിക്കുന്നില്ല. അത് ഭയങ്കര നോറെ ഹർട്ട് ചെയ്തു കേട്ടോ. അതായത് എന്തിനാ അവൾ ഇത്രയും വന്ന നാളും മുതൽ ഇവൾ എന്നെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ റസ്മിനും നോറയും തമ്മിലാക്കുന്നു. ഇനി ഞാൻ നിന്നെ സത്യമായിട്ട് നിൻ്റെ അടുത്ത് ഞാൻ ഒരു കൂട്ടുമില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നു. അൻസിബയെടുത്ത് വിഷമങ്ങൾ പറഞ്ഞ് സംസാരിക്കുന്നു. എന്താ റസ്മിന് ഇതെന്താ പറയണ്ട, ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ റസ്മിൻ കരയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ജാസ്മിൻ കടന്നു ചോദിക്കുന്നു, നീ ഫ്രീ ആണ്? ഞാൻ ഫ്രീ അല്ല, അത് നീ എന്തുണ്ടെങ്കിലും എൻ്റെ കൂടെ കാണുമെന്ന് പറഞ്ഞു. അത് ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണാം, വേണ്ട താല്പര്യമില്ല എന്ന രീതിയിൽ ജാസ്മിൻ പോകുന്നുണ്ട്. അതിനുശേഷം ഒരു രാത്രി ഫുഡ് കഴിക്കുന്ന സമയത്ത് സാബു ജിൻഡോട് ചോദിക്കുന്നുണ്ട്, ജിൻഡോ ഇവിടെ കൂടെ നിന്ന് വഞ്ചിക്കുന്നവരാരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും വിഷമമാകും, ഇവിടെ എല്ലാവരും ഉണ്ട് എന്ന രീതിയിൽ സംസാരിക്കുന്നു. ആ ഒരു ടോക്കോട് കൂടിയിട്ടാണ് ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് തീർന്നത്. പിന്നെ BB+ ആണ്. BB+-നകത്താണ് ഈ മോർണിംഗ് ടാസ്ക് കാണിക്കുന്നത്. ഇന്നലെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് പവർ ടീം ഇൻ്റർവ്യൂറായിട്ട് ഇരിക്കുന്നുണ്ട്. ജോലി ആവശ്യപ്പെടുന്ന ആൾക്കാർ വന്നിട്ട് അവരവരുടെ കഴിവുകൾ പറയുന്നുണ്ട്. അങ്ങനെ ആദ്യം വന്നിരിക്കുന്നത് അപ്സരയൊക്കെയാണ്. ഞങ്ങൾ നല്ല രീതിയിൽ സ്പാ ചെയ്യും, പാട്ട് പാടും, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യും എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഈ സായി അങ്ങനെയാണ് നമ്മളെ എന്താ പറയേണ്ടത്, AI കമ്പ്യൂട്ടറായിട്ടാണ് എടുത്തിരിക്കുന്നത് സായിനെ. അതിനുശേഷം ഞങ്ങൾ നല്ല കുക്കാണ്, നല്ല രീതിയിൽ ഫുഡൊക്കെ ചെയ്യും, തായ്ലൻഡ് ഫുഡൊക്കെ ചെയ്യുന്ന രീതിയിൽ അർജുനും ജിൻഡോയും ശ്രീതും വന്നിരിക്കുന്നു. അതിനുശേഷം ലാസ്റ്റ് വന്നിരിക്കുന്നത് സിജോയാണ് കേട്ടോ. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന അൻസിബയാണ്, നിങ്ങൾ നല്ല രീതിയിൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യും. അപ്പോൾ സിജോ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ചില ആൾക്കാരെ പോലെ കട്ടിൽ ഇരുന്നിട്ട് മറ്റുള്ള ആൾക്കാരെ മാനിക്കുലേറ്റ് ചെയ്യില്ല, ചുമ്മാ ബ്ലാബ്ല അടിക്കത്തില്ല എന്ന രീതിയിൽ. അപ്പോഴത്തേക്ക് റസ്മിൻ പറഞ്ഞു, നിങ്ങൾ ഭയങ്കര ചലവില സംസാരിക്കും, നിങ്ങൾ കുറച്ച് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം എന്ന രീതിയിൽ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ജോലിക്ക് എടുക്കുക എന്ന രീതിയിൽ സംസാരിക്കുന്നു. അങ്ങനെ ഒരു എന്താ പറയുക ഇൻ്റർവ്യൂ മോഡൽ അവിടെ കഴിഞ്ഞു പോകുന്നു. ഈ സമയം നമ്മുടെ ശരണ്യയും അപ്സരയും, അതായത് അപ്സരയൊക്കെ ഇൻ്റർവ്യൂവിന് പോയല്ലോ. അപ്പോഴത്തേക്ക് ശരണ്യക്കുള്ള അവസരം അപ്സര തട്ടിയെടുത്തു. ശരണ്യക്ക് 5 ലാംഗ്വേജൊക്കെ സംസാരിക്കാൻ അറിയാമെന്ന് അപ്സര പറഞ്ഞപ്പോഴത്തെ, നീ എനിക്ക് എവിടെ സമയം തന്നു, നീ ഈഗോ കാരണം എനിക്ക് തന്നില്ലല്ലോ എന്ന രീതിയിൽ, ഈഗോ എന്ന രീതിയിൽ പറഞ്ഞു. അതിനെ പിടിച്ചത് ടണൽ റൂമിനകത്ത് വന്നിട്ട് നന്ദനെയും ശരണ്യയും അപ്സരയൊക്കെ ഡിസ്കഷനാണ്, സംസാരമാണ്. ഞാൻ ആരുടെ അവസരം തട്ടിയെടുത്തിട്ടില്ല എന്ന് അപ്സര കരയുന്നുണ്ട്. അയ്യോ, പിന്നെ ഒരു വൻ വഴക്കായി മാറി കേട്ടോ. അതിനുശേഷം അതായത് ഈ ഹൗസിലെ എല്ലാ ആൾക്കാരുടെ അടുത്തും ശരണ്യയുടെ വെർഷൻ പോയി പറയും, അപ്സരയുടെ വെർഷൻ പറയും. ഞാൻ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് അവൾ എനിക്ക് അവസരം തന്നില്ല എന്ന രീതി. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നോറ പവറാണല്ലോ, അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ അന്തരം പോയേ പറ്റില്ല, ഞങ്ങളുടെ റൂമിലുള്ള കാര്യം ഞങ്ങൾക്ക് നോക്കാൻ അറിയാം എന്ന രീതിയിൽ സംസാരിക്കുന്നു. പക്ഷേ നോറ അവിടെ സൈലൻ്റ് ആയിട്ട് നിന്നു, കുറച്ചുകൂടി പവർ കാണിക്കണമായിരുന്നു. അപ്പോഴത്തെ ഋഷി വന്ന്, നീ എന്തിനാ അവരുടെ സംസാരിക്കുമ്പോഴത്തെ നീ എന്തിനാ ഇടപെടുന്നത്, നോറയും ശരണ്യയും സംസാരിക്കട്ടെ, നീ എന്തിനാ ഇടപെടുന്ന രീതിയിൽ ഋഷി അവിടെ നന്ദനോട് ഹെഡ് ചെയ്യുന്നു. ഇന്നലെ നമ്മുടെ സിജോയും നന്ദനെയും കൂടി സംസാരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കീ കൊടുത്തിട്ടുണ്ട് സിജോ, അതിൻ്റെ ഒരു ആട്ടമാണ് നന്ദൻ അവിടെ കിടന്ന് നടന്നത്. വെറുതെ ചുമ്മാ ബ്ലാബ്ല അടിച്ചെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നോറേനെ. മസ്കാര ചുമ്മാ പ്രേക്ഷകരെ പറ്റിക്കാൻ ആൾക്കാരെ മുമ്പിൽ പറയണം, ഞാൻ കാരണമാണ് ഇവിടെ മീഡിയേറ്ററായി വന്നു എന്നിട്ട് പ്രേക്ഷകരെ കാണിക്കാൻ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ ചുമ്മാ നടന്നപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് പരിപാടി ബാല പോലെ ഒരു സ്കിറ്റ് എന്തെങ്കിലും തയ്യാറാക്കുന്ന രീതിയിൽ സാബു അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്കിറ്റ് തയ്യാറാക്കുന്നത്, അതായത് ഒരു രാജകൊട്ടാരത്തിനകത്ത് മകൾ ഒരു ഭടനെ സ്നേഹിക്കുന്നു, രാജാവാണെങ്കിൽ തോഴിയെ സ്നേഹിക്കുന്നു. അപ്പോൾ ഒരു പാട്ടൊക്കെ ഉണ്ട്, തോഴിയായി ഞാൻ കാതലിയെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രംഗം കാണിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ രാജാവും സായിയായിട്ടാണ് രാജ്ഞിയും, അതുപോലെ തന്നെ ഭടനായിട്ട് നമ്മുടെ സായിയാണ് കേട്ടോ. അപ്പോൾ മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും, ഇതൊക്കെ രാജാവ് കണ്ടുകൊണ്ട് വരുന്നുണ്ട്. നീ എൻ്റെ മോളോട് കളിച്ചെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിളി പറപ്പിക്കുന്ന പോലെ ഇങ്ങനെ ആക്കുന്ന രീതിയിലൊക്കെ ആക്ഷൻ ചെയ്ത് കാണിച്ചു. അതൊക്കെ കൊള്ളായിരുന്നു കേട്ടോ, അഭിനയമൊക്കെ കൊള്ളായിരുന്നു. അങ്ങനെ ഒരു സ്കിറ്റാണ്. അപ്പം മോനെ, ഞാൻ സ്വീകരിച്ചു, അതായത് ഈ തോഴിയെ രാജാവ് സ്വീകരിച്ചു.
ചോദിച്ചു. അപ്പോൾ അതുപോലെ നീ എൻ്റെ മോളെ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ സായി പറഞ്ഞു, അയ്യോ ഞാൻ വെറുതെ ചേച്ചി ഞാൻ വഴിയെ കൂടെ പോയപ്പോൾ ഇച്ചിരി ചോറ് ചോദിച്ച് കയറിയെന്ന് പറയുമ്പോൾ ചോറിന് പകരം ചായ ആക്കി, ഞാൻ ചായ കുടിക്കാൻ വന്നതാണെന്ന രീതിയിലൊക്കെ സംസാരിച്ചു. ഇപ്പോൾ ഈ തോഴിയെ കാണിച്ചിട്ട് മോളോടുത്ത് പറയുന്നു, ഇത് നിൻ്റെ വരുംകാല പിന്നെ രണ്ടാൻ്റെ അമ്മയാണ്. അപ്പോൾ സാബു പറഞ്ഞു, ഇല്ല വരുംകാല കുഞ്ഞമ്മയാണെന്ന രീതിയിൽ ചുമ്മാ ഒരു ജസ്റ്റ് ഫണ്ണായിട്ട്, അങ്ങനെ വലിയ ചിരിക്കാനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതിനുശേഷം സാബു വന്ന് സായിയോട് ചോദിക്കുന്നുണ്ട് ഓരോ ഡേറ്റകൾ. അതായത് നിങ്ങളിവിടെ ഏറ്റവും മോശമായിട്ടുള്ള കളിക്കുന്ന കണ്ടസ്റ്റ് ആരാന്ന് ചോദിക്കുമ്പോൾ നോറ എന്ന് പറയുന്നുണ്ട്. ഏറ്റവും നല്ലതാരാണ്, അത് ഞാനാണെന്ന രീതിയിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ് നിങ്ങളുടെ എന്നിട്ട് 50% ഒരു ചാൻസ് ഞാൻ ജിൻഡോയ്ക്കും കൊടുക്കുന്നുണ്ട്, പിന്നെ സിജോയാണ്, പിന്നെ ഒരാളൂടെ ഔട്ടായി പോയെന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ സാബു പറഞ്ഞ് നിങ്ങളുടെ ഡേറ്റ ഒന്നും അത്ര കറക്റ്റ് അല്ല എന്ന രീതിയിൽ സംസാരിക്കുന്നു. പിന്നെ പവർ റൂമിനകത്ത് അൻസിബ സംസാരിക്കുന്നത് വെച്ചാൽ നമുക്ക് ഈ 2-3 ദിവസം എന്ത് പറഞ്ഞാലും അവർ കേൾക്കണം, പക്ഷേ വ്യാഴം വെള്ളി അവർ നമ്മളെ എടുത്തിട്ട് നല്ല പണി തരും, നമ്മളെ പഞ്ഞിക്കിട്ടും, ശനിയാഴ്ച ഒന്ന് കുറ്റം പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഈ പവർ ഉപയോഗിക്കണം. ഇന്നൊരു ദിവസം പോയി അടുത്തുള്ള നാളത്തെ ദിവസങ്ങൾ ഇവരുടെ പവർ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാൻ. നോറ ആകെ വിരലി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നാളത്തെ ദിവസം നടക്കണമെന്ന് കാണാൻ. അങ്ങനെ അവരൊരു പവർ മീറ്റിങ്ങിനകത്ത് സംസാരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതിനുശേഷം രാത്രിയായി. അപ്പോൾ രാത്രി ശേഷം നോറ പറയുന്നത്, ചേട്ടാ എനിക്കിവിടെ എന്താ പറയുക, എനിക്ക് എൻ്റെ കുറവുകളെ എനിക്കറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് ഫീലിങ്സ് ഉണ്ട്, ഞാൻ കരയും, ആരെന്തെങ്കിലും പറഞ്ഞാൽ ആദ്യം കരയുമായിരുന്നു ചേട്ടാ, ഇത് വ്യക്തിഗത ഗെയിമാണ് എന്ന രീതിയിൽ സംസാരിച്ചു. ചിന്ത പറഞ്ഞ് വന്ന ആഴ്ച മുതൽ കരച്ചിൽ, പിന്നെ ശക്തി കുറച്ച് വീക്കാണെന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ച് ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്താലും ട്രിഗർ മാറുന്നില്ല, കാരണം അവർക്ക് കളി അറിയാം. അതുപോലെ തന്നെയാണ് ഞാനും അത് മാറ്റി പിടിക്കുകയാണ് എന്ന രീതി. അങ്ങനെ തന്നെ ജിൻഡോ സംസാരിക്കുന്നു. അപ്പോഴത്തേക്ക് ജിൻഡോ നമ്മുടെ നോറ പറയുന്നത്, കരയുന്നൊരു വീക്കാണോ, ഏതൊരു സ്ത്രീയും ഈ ഭൂമിയിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും, ആ കുഞ്ഞ് ഈ ഭൂമിയിൽ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോഴത്തേക്ക് ജിൻഡോ പറയുന്നത്, ഇവളാണെങ്കിൽ മോർണിംഗ് ടാസ്കിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഈ ഭാഗത്ത് നിന്ന് ക്യാമറ നോക്കി അവൾ സംസാരിക്കുള്ളൂ എന്ന രീതിയിൽ ആ ഒരു ആക്ഷനൊക്കെ ചെയ്ത് കാണിക്കുന്നു. അങ്ങനെ ഒരു സിമ്പിൾ ടോക്കാണ് അത് സംസാരിച്ചുകൊണ്ടാണ് ഇന്നത്തെ എന്താ പറയണ്ടേ ബിഗ് ബോസും BB+ ഒക്കെ തീർന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഹോട്ടൽ ടാസ്ക്കാണ് നടന്നിരിക്കുന്നത്. എനിക്ക് വലിയ അങ്ങൊരു സംഭവമായിട്ട് തോന്നിയിട്ടില്ല, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഒരു ചെറിയ ജഗട ഉണ്ടായിരുന്നു നമ്മുടെ ഋഷിയും അപ്സരയ്ക്ക്, അത് പ്രാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ നല്ലൊരു സ്കിറ്റ് ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ തന്നെയാണ്. അപ്പം നാളെ എന്തൊക്കെയാണെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇങ്ങനെയൊന്നും പോകത്തില്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നാളെ ഉണ്ടാവും. പിന്നെ ഇനിയും ഗസ്റ്റുകൾ വരാനുണ്ട്. അപ്പം നമുക്ക് അവരുടെ കളികൾ എന്താണെന്ന് കാത്തിരുന്ന് കാണാം. അതുവരെ നിങ്ങൾ ഇവിടെ പറയുന്നു വിജി രമേശ്. ബൈ ബൈ.